ഗൈസ്, ഒരു നമ്മുടെ കെറ്റിൻ്റെ റിവ്യൂ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡ് വന്നിട്ട് നമ്മുടെ നിത്യയ്ക്ക് ജീവനെ കണ്ടപ്പോൾ തൊട്ട് ഒരാളാകെ ഒന്ന് മൈൻഡ് മാറി നിൽക്കുകയാണ്, ടെൻഷനായിട്ട്. അപ്പോൾ വീണയും ജീവനും കൂടെ പ്ലാൻ ചെയ്തിട്ട് അവരെ പേടിപ്പിക്കാൻ വേണ്ടി നിൽക്കുകയാണ്. അതായത് ഇവർ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് അവരുടെ വായു കൊണ്ട് പറയിപ്പിക്കണം എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മുടെ ഹരീൻ്റെ അടുത്ത് ഒക്കെ ഇവർ മാറി മാറി നിന്ന് ചോദിക്കും. ഫുഡ് വാരി കൊടുക്കണം പറഞ്ഞിട്ട് വാരി കൊടുക്കുക പറഞ്ഞിട്ട് ടേബിളിൻ്റെ അടുത്ത് വന്നിട്ട് ജീവനെ നിൽക്കും, ഇപ്പുറത്തെ വീണയും നിൽക്കും. അപ്പോൾ ഒന്നാമത് ജീവനെ കാണുമ്പോൾ നിത്യയ്ക്ക് എന്താണെങ്കിലും ടെൻഷൻ കൂടിയിട്ട് വയ്യാണ്ടാവും. അപ്പോൾ അങ്ങനെ തലയിറങ്ങി വീണു. അതിനുശേഷം പിന്നെ ഇവർ പ്ലാൻ ചെയ്തിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, സത്യമായിട്ട് കല്യാണം കഴിച്ചാണ്. അപ്പോൾ പറയുന്നുണ്ട് അതെ എനിക്കിഷ്ടമായിരുന്നു എന്ന്. പിന്നെ ഹരി പറയുന്നുണ്ട് എനിക്ക് എന്താണെങ്കിലും അവളെ തന്നെയാണ് ഇഷ്ടം, അല്ലാതെ വേറെ ആരെയും ഞാൻ സ്നേഹിച്ചിട്ടില്ലെന്ന് പറയുമ്പോൾ ജീവനൊക്കെ ആഗ്രഹിച്ചു വരുന്നുണ്ട്. അപ്പോൾ ജീവൻ അമ്മനോടും എല്ലാവരോടും പറഞ്ഞിട്ട് ഇന്ന് മണിയർ ഒരുക്കുന്ന ഞങ്ങളാണെന്ന് പറഞ്ഞിട്ട് ഒരുക്കാൻ പോവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ നിത്യയ്ക്ക് ആളാകെ ബോറായിട്ട് ടയേർഡായിട്ടിരിക്കുകയാണ്. അതിനുശേഷം അവൾ സ്റ്റെപ്പിലിങ്ങനെ ഇരിക്കുമ്പോൾ വീണ വന്നിട്ട് വാ നിങ്ങളെ ആക്കിയിട്ട് പിന്നെ ഞങ്ങൾക്ക് പോകാനായിട്ടെന്ന് പറയും. എവിടേക്ക് ചോദിക്കും. മണിയറിൻ്റെ ഉള്ളിൽ വന്നിട്ട് അവളെയും കൂട്ടിയിട്ട് പോകും. ജീവൻ ആരിനെയും കൂട്ടിയിട്ട് വരികയാണ് ചെയ്യുന്നത്. അവിടെ റൂമിൻ്റെ അവിടെ എത്തുമ്പോൾ നിത്യ പറയും എനിക്കിവിടെ കയറാൻ പറ്റില്ല പറയുമ്പോൾ ജീവന് മനസ്സിലായി അവൾക്ക് എന്നോട് സ്നേഹമുള്ള കാരണമാണ്, അല്ലെങ്കിൽ കള്ളത്തരമാണ് പറഞ്ഞിട്ട് പറയും എനിക്കൊരു കാര്യം പറയാണ്ട് പറയുമ്പോൾ വീണയും രക്ഷപ്പെട്ടു. കാര്യം എന്തോ പറയാനാണ് വീണയ്ക്ക്. പക്ഷേ ഹരിനോട് ഇഷ്ടമുണ്ടായിട്ടൊന്നും അല്ല, കാരണം എങ്ങനെയെങ്കിലും സ്വത്തൊന്ന് കിട്ടണമല്ലോ, അതിൻ്റെ ബേസിലാണ്. അങ്ങനെ എൻ്റെ കഴുത്തിൽ തലി അണിഞ്ഞിട്ടുണ്ട്. ജീവനാണെങ്കിൽ വാശിയിൽ നിൽക്കുകയാണ് ചെയ്യുന്നത്, ദേഷ്യത്തോട് കൂടിയിട്ട്. ജൈവിയൻ സുജാതമ്മ കയറി വരുമ്പോൾ നമ്മുടെ ജീവൻ്റെ എക്സ്പ്രഷൻ ഒന്ന് കാണണം ഫേസിൻ്റെ. പറയുമ്പോൾ ഒരു വ്രതത്തിലാണ്, 9 ദിവസം വ്രതത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഇവർക്ക് ഒരുമിച്ച് ജീവിക്കാൻ പറ്റുള്ളൂ, ഒരുമിച്ചിരിക്കാൻ പറ്റുള്ളൂ, ഒരു റൂമിൽ തങ്ങാൻ പറ്റുള്ളൂ പറയുമ്പോൾ നിത്യാദേവനെ തലയാട്ടും. ഓക്കെ എന്ന് പറഞ്ഞിട്ട് ശരി അമ്മ എന്താണ് ഇത് സത്യം അറിഞ്ഞിട്ട് എനിക്കിനി ഉറങ്ങാൻ പറ്റുള്ളൂ പറഞ്ഞാൽ ജീവൻ പോവും. ശരി ആയിക്കോട്ടെ പറഞ്ഞിട്ട് അത് കഴിഞ്ഞിട്ട് നമ്മൾ നിത്യയുടെ അടുത്ത് വീണ പറയും എന്താണെങ്കിലും നന്നായിട്ടുണ്ട്, എന്നും ഇവരുടെ പുറകിൽ തന്നെ ഉണ്ടാവണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ വീണ പോവുകയാണ് ചെയ്യുന്നത്. വീണയ്ക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട്. വീണ നല്ല ദേഷ്യത്തോട് പോവാണ്. ഹരിനോട് ഇങ്ങനെ കണ്ടുകൊണ്ട് കണ്ടിട്ട് പോകാൻ പറയും സുജാതമ്മ. അപ്പോൾ ഹരി അങ്ങനെ അവിടെ നിന്ന് പോവുകയാണ് ചെയ്യുന്നത്. നിത്യ എന്നിട്ട് ഒരേ കരച്ചിൽ, എനിക്ക് എന്താ അമ്മ ഇങ്ങനെ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല കരച്ചിലാണ്. അങ്ങനെ നിത്യ ഞാനൊരു കാര്യം തീരുമാനിച്ചിട്ടുണ്ട്, നീ അവൻ്റെ കൂടെ തന്നെ ജീവിക്കുള്ളൂ, ഇതെല്ലാം അഴിച്ചു വെച്ചിട്ട് പോകാനൊന്നും ഞാൻ സമ്മതിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ പറയുകയാണ് ചെയ്യുന്നത്. അപ്പം ഞാൻ എന്നും നിൻ്റെ ഒപ്പം ഉണ്ടാകുമുണ്ട് അമ്മ പറയും. അപ്പം ഇന്നത്തെ ഈ വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അതിനുശേഷം നമ്മുടെ നിത്യേൻ്റെ അടുത്ത് ഇവർ എന്താണെന്നുള്ളത് അറിയണമല്ലോ. റൂമിൽ വെച്ചിട്ട് നമ്മുടെ നല്ല നല്ല നിമിഷങ്ങൾ വരുന്നുണ്ട്. പക്ഷെ നിത്യനെ കൊല്ലാൻ ഒരുങ്ങിയിട്ടാണ് നമ്മുടെ ജീവൻ നിൽക്കുന്നത് തന്നെ, നല്ല ദേഷ്യത്തോട് കൂടിയിട്ട്. അപ്പോൾ അത് രണ്ടും കൽപ്പിച്ചിട്ടാണ് ജീവൻ നിൽക്കുന്നത്. അമ്മയ്ക്ക് മനസ്സിലാവുള്ളവൻ എന്താണ് തീരുമാനിച്ചിരിക്കുന്നതെന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ അതെന്താണെങ്കിൽ നമുക്ക് വെയിറ്റ് ചെയ്തിരുന്ന് നോക്കാം. പിന്നെ ഇനി വരുന്ന നിമിഷങ്ങളിൽ പ്രൊമോയിൽ കാണിക്കുന്നത് ഇവർ തമ്മിലുള്ളൊരു സ്നേഹപ്രകടനമൊക്കെ കാണിക്കുമ്പോൾ ഹരിക്കെതിരെയുള്ളൊരു നിത്യൻ്റെ ഒരു റിയാക്ഷനൊക്കെ ഉണ്ട്, പ്രതികരിക്കുന്നത്. അവർ ജനലിൽ നിന്നൊക്കെ നോക്കി കാണുന്നുണ്ട്. അവരാകെ ഞെട്ടി നിൽക്കുകയാണ് ഇങ്ങനെ. പക്ഷെ നിത്യനെ കൈ പിടിച്ച് വലിക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു എപ്പിസോഡാണ് ഇനി വരാൻ പോകുന്നത്. എന്താണെങ്കിൽ ഞാൻ ഫുൾ വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും. ഇനി വീഡിയോ അപ്കമിങ് എപ്പിസോഡ് വരുന്നത് നല്ല 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 രസകരമായിട്ടുള്ള എപ്പിസോഡാണ്. വീഡിയോസ് കണ്ട് ചെയ്ത് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. താങ്ക് യു.